കണ്ണൂർ സൂരജ് വധക്കേസിൽ CPM പ്രവർത്തകൻ PM മനോരാജിന്റെ ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. ഉപാധികളോടെ ജാമ്യവും അനുവദിച്ചു. വിചാരണ കോടതി വിധിയിൽ പിഴവുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. അഹമ്മദ് മുഷ്തബ കൂടുതൽ വിവരങ്ങൾ നൽകും. മുഷ്തബ, എന്തൊക്കെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷാവിധി മരവിപ്പിക്കാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനം? അനീഷ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതി നിരീക്ഷിച്ചത് വിചാരണ കോടതിയുടെ ഉത്തരവിൽ ചില പിഴവുകളുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അഞ്ചാം പ്രതിയായിരിക്കുന്ന PM മനോരാജിന്റെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിക്കുകയും ഒപ്പം തന്നെ ഈ അപ്പീലിൽ വിശദമായ വാദം കേൾക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. നിലവിൽ ഈ കേസിൽ ആദ്യഘട്ടത്തിൽ പ്രതിയില്ലാതിരുന്ന തന്നെ ഒരു കേസിൽ, പ്രത്യേകിച്ച് TP വധക്കേസിലെ മറ്റൊരു പ്രതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് TK രജീഷ്. അദ്ദേഹമാണ് പിന്നീട് PM മനോരാജിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട ഇൻവോൾവ്മെന്റ് വെളിപ്പെടുത്തുകയും അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ പ്രതി ചേർക്കുകയും ചെയ്തത്. എന്തായാലും കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തലശ്ശേരി കോടതി അദ്ദേഹത്തെ ഉൾപ്പെടെ പ്രതികളാക്കി കോടതി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന് PM മനോരാജിന് സെഷൻസ് കോടതി വിധിച്ചത് അന്ന് ജീവപര്യന്തം ശിക്ഷയാണ്. ഇതിനെതിരെയാണ് ഈ വിചാരണ കോടതിയുടെ നടപടികളിൽ ചില പിഴവുകൾ ഉണ്ട് എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോടതിയുടെ നടപടികളിൽ തെറ്റുള്ളത് കൊണ്ട് തന്നെ ഈ ശിക്ഷ റദ്ദാക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും കോടതി അത് അംഗീകരിച്ചിരിക്കുന്നു. പ്രാഥമികമായി പ്രൈമ ഫൈസി കേസിനകത്ത്, ഈ അപ്പീലിനകത്ത് ചില വാദങ്ങളിൽ കഴമ്പുണ്ട്, വിചാരണ കോടതിയുടെ നടപടികളിൽ തെറ്റുണ്ട് എന്ന് പ്രാഥമികമായി തന്നെ കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇനി ആ കേസിൽ വാദം കേൾക്കേണ്ടതുണ്ട്. എന്തായാലും അതിന്റെ പെൻഡൻസിക്ക് അനുസരിച്ച് ഇപ്പോൾ ആ കേസിൽ വിചാരണ കോടതി വിധിച്ച ശിക്ഷ, ജീവപര്യന്ത ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കാലയളവിൽ കോടതി ജാമ്യവും അനുവദിച്ചിരിക്കുന്നു. എന്തായാലും നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ വിവാദങ്ങൾ ഉയർന്നു വന്നതാണ്. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ PM മനോരാജിന് ഹൈക്കോടതി ശിക്ഷ മരവിപ്പിക്കുകയും കാലയളവിൽ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. അനീഷ, മുസ്തഫ, അതായത് ഈ കേസിൽ ഇനിയിപ്പോൾ വാദം കേൾക്കും, അതിനുശേഷം മാത്രം ഈ ശിക്ഷാവിധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നാണോ? തീർച്ചയായും ഇനി ഇതിന്റെ അന്തിമ തീർപ്പാക്കൽ പിന്നീട് വാദം കേട്ട് നടക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഹർജി, ഏറ്റവും പ്രധാനമായ അപ്പീൽ പരിഗണനയ്ക്ക് വന്നിരിക്കുമ്പോൾ പ്രാഥമികമായ ഒരു വാദം നടന്നിരിക്കുന്നു. ആ വാദത്തിനിടയിലാണ് തിരിച്ചറിയൽ പരേഡിൽ കുറെ അധികം കഴിഞ്ഞ്, മാത്രമല്ല ഈ സംഭവം നടന്നതിന് ശേഷം 6 വർഷത്തിന് ശേഷം പ്രതി ചേർത്തു എന്നതുൾപ്പെടെയുള്ള വിശദമായ വാദം വരുന്നത്. പ്രാഥമികമായി അത് പരിശോധിക്കുമ്പോൾ കോടതിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ആ ശിക്ഷാവിധി മരവിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇനി ഇതിലെ വാദം നടക്കുന്ന കാലയളവിൽ പെൻഡൻസിയിൽ അതിനനുസരിച്ച് ജാമ്യം അനുവദിക്കുകയും ചെയ്യുകയാണ്. സ്വാഭാവികമായും ശിക്ഷ മരവിപ്പിച്ചാൽ അദ്ദേഹത്തിന് ജാമ്യം നൽകും. പക്ഷേ അന്തിമ ഉത്തരവല്ല. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം, പ്രോസിക്യൂഷന്റെ വാദം ഒക്കെ നടക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചാണ് പിന്നീട് ഇപ്പോൾ മരവിപ്പിച്ച നടപടി പൂർണ്ണമായും ശരിവെച്ച് അത് റദ്ദാക്കണോ അതല്ല അതായത് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു താൽക്കാലിക നടപടിക്രമം മാത്രമാണ്. ഇനി ഈ ജീവപര്യന്തം ശരിവെക്കാനും അല്ലാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. തീർച്ചയായും അതാണ് മരവിപ്പിച്ചു എന്ന വാക്ക് തന്നെ. സസ്പെൻഷൻ ഓഫ് ദ സെന്റൻസ് എന്നാണ് കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ സെറ്റ് അസൈഡ് ചെയ്യുക, സസ്പെൻഡ് ചെയ്യുക എന്ന തരത്തിൽ 2 രൂപത്തിലാണ് ഈ ശിക്ഷ മരവിപ്പിക്കലുമായി അല്ലെങ്കിൽ റദ്ദാക്കലുമായി ബന്ധപ്പെട്ടുണ്ടാവുക. ഇതിപ്പോ സെറ്റ് അസൈഡ് ചെയ്തതല്ല, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം നടക്കേണ്ടതുണ്ട്. പക്ഷെ അക്കാലയളവിൽ ശിക്ഷ മരവിപ്പിച്ചതുകൊണ്ട് തന്നെ PM മനോരാജിന് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നു. സ്വാഭാവികമായും ഇനി ഈ ഇദ്ദേഹത്തിന്റെ വാദം പൂർണ്ണമായി നടന്നു കഴിഞ്ഞ് അതിന്റെ പ്രോസിക്യൂഷന്റെ എതിർവാദം വിശദമായി തന്നെ നടക്കേണ്ടതുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വളരെ വിശദമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മെറിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ കോടതി കണ്ടെത്തിയ പ്രൈമ ഫേസി തന്നെ കണ്ടെത്തിയ ചില പ്രശ്നങ്ങൾ അത് പൂർണ്ണമായും ആ രൂപത്തിൽ തന്നെയാണെങ്കിൽ എന്തായാലും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുക ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും. അതല്ലെങ്കിൽ മറ്റു നടപടികളും ഉണ്ടാകും. ഇപ്പോഴെന്തായാലും ശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ്. വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. അനീഷ, ശരി. മുസ്തഫയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.